أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة وينبئكم بما كنتم تعملون. صدق الله العليم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ നാനാമേഖലകളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ അർത്ഥമുള്ളതാക്കി തീർക്കുവാൻ, അതിലൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും മരണാനന്തരം നീണ്ടു നിൽക്കുന്ന പാരത്രിക ജീവിത സൗഭാഗ്യങ്ങളും നേടിയെടുക്കാനുള്ള നിരന്തരമായ ചിന്തകളിലും ആലോചനകളിലും ഏർപ്പെടണമെന്നും ഞാൻ എൻ്റെ സഹോദരന്മാരോടെന്ന പോലെ എന്നോടും ഉപദേശിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച യഥാർത്ഥ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ദുരന്തങ്ങൾ ലോകത്ത് പലവിധത്തിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഒരു എയർ ഇന്ത്യ വിമാനം 242 യാത്രക്കാരുമായി ഉയർന്ന പാടെ അത് താഴേക്ക് പതിച്ച് ഒരാളൊഴികെ ബാക്കി എല്ലാവരും കത്തിച്ചാമ്പലാവുകയും ആ വിമാനം ഇടിച്ചിറങ്ങിയ വിദ്യാർത്ഥി ഹോസ്റ്റലിലെ 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ തൽക്ഷണം മരണപ്പെടുകയും വിമാനം വീണ പ്രദേശത്തെ ആളുകൾ ഏതാനും പേർ മരിക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായി. ഇതിനു മുമ്പും വിമാന ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ വ്യത്യസ്തമായ 2 കപ്പൽ ദുരന്തങ്ങൾ നമ്മൾ കണ്ടു. ഇതേപോലെ മരണം നമ്മുടെ മുമ്പിലേക്ക് അത് വിമാനത്തിലേറിയും കപ്പലിലേറിയും കാൽനടയായും നിശബ്ദമായും യുദ്ധമായും പ്രകൃതി ദുരന്തമായും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു ആത്മസുഹൃത്ത് സിയാദ് പത്തനംതിട്ട, അള്ളാഹുവിനോട് ഏറെ സ്നേഹമുള്ള, പടച്ചവന്റെ മാർഗത്തിൽ സമർപ്പിതനായ ഒരു സഹോദരൻ, ധാരാളമായി അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന, പരലോകത്തെ കുറിച്ച് എപ്പോഴും അയവിറക്കുന്ന, ജീവിതത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വേപത് കൊള്ളുന്ന ഒരു സഹോദരൻ. വളരെ പെട്ടെന്നാണ് ഹൃദയാഘാതത്തിലൂടെ അദ്ദേഹം മരണപ്പെട്ടത്. ഇപ്പോഴും വിശ്വസിക്കാനാവാത്ത ഒരവസ്ഥയാണ്. ഇതേപോലെ നമുക്ക് ചുറ്റും നമ്മുടെ കുടുംബങ്ങളിൽ, അയൽപക്കങ്ങളിൽ
നമ്മുടെ സുഹൃത്തുക്കളായി, ബന്ധുക്കളായി ഒക്കെ പലരും നമ്മുടെ മനസ്സിൽ വലിയ അടയാളങ്ങൾ തീർത്തുകൊണ്ട് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ടാകും. മരണം ഇങ്ങനെ പല രൂപത്തിൽ നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാർട്ട് അറ്റാക്കിന്റെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഒരു വർഷത്തിൽ പ്രതിവർഷം ആയിരക്കണക്കിന് ആളുകൾ അതുവഴി മരിച്ചുകൊണ്ടിരിക്കും. കിഡ്നി രണ്ടും തകരാറിലായി മരിക്കുന്നവർ അതേപോലെ തന്നെ ആയിരങ്ങളാണ്. ക്യാൻസർ, പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പനിയും തലവേദനയും വരുന്നത് പോലുള്ള ലാഘവത്തോടെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മരണം മനുഷ്യന്റെ അടുക്കലേക്ക് ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളാകട്ടെ അതിൽ നിന്ന് ഓടി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, ഖുൽ പറയുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, നിങ്ങൾ ഓടി ഒളിക്കുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, തീർച്ചയായും അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ثم تردون إلى عالم الغيب والشهادة, ഉടനെ തന്നെ അല്ലാഹു തആല നിങ്ങളെ ആ അദൃശ്യമായ രോഗത്തെ, അദൃശ്യങ്ങളെ അറിയുന്ന അല്ലാഹുവിലേക്ക്, ദൃശ്യങ്ങളെ അറിയുന്ന അല്ലാഹുവിങ്കലേക്ക് നിങ്ങളെ മടക്കപ്പെടും. ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, എന്നിട്ട് അല്ലാഹു നിങ്ങൾ അതുവരെ ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ കർമ്മങ്ങളെ, പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങളുടെ റെക്കോർഡുകൾ കാണിച്ചു തരും. സഹോദരന്മാരെ, മരണം എല്ലാവരുടെയും അടുക്കൽ തന്നെയുണ്ട്. വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി കുല്ലുംറിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി. കവി പാടിയത്, എല്ലാവരും അവനവന്റെ വീട്ടിൽ ഉറക്കം എഴുന്നേൽക്കുകയാണ്, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ ആവുകയാണ്, എല്ലാ ദിവസവും ദിനചര്യകൾ ചെയ്തു പോവുകയാണ്. പക്ഷേ വൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഅലിഹി, മരണം അവന്റെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിനേക്കാൾ, അതിന്റെ വാറിനേക്കാൾ അടുത്ത് നിൽക്കുകയാണ് എന്നതാണ് സത്യം. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർളിൻ, അല്ലാഹു തആല ഒരാളെ ഒരു സ്ഥലത്ത് വെച്ച് മരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ, ജഅല ലഹു ഇലൈഹാ ഹാജതൻ, അല്ലാഹു ആ സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ അവനെ പെടുത്തി അവിടെ എത്തിക്കും. ഇതേപോലെ പടച്ചവൻ നമുക്ക് തീരുമാനിച്ച ഒരു സമയമുണ്ട്. ആ സമയം എത്തിയാൽ അത് എവിടെയാണോ, എവിടെ വെച്ചാണോ അവന്റെ റൂഹ് പിടിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ അവൻ എത്തിക്കും. ഏത് രോഗത്തിലൂടെയാണോ അവനെ പിടികൂടാൻ ഉദ്ദേശിച്ചത് ആ രോഗം അവന് കൊടുക്കും. അപ്പോ സ്ഥലത്തെയോ സംഭവത്തെയോ അപകടത്തെയോ രോഗത്തെയോ സന്ദർഭത്തെയോ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പടച്ചവൻ വിധിച്ച സമയം എത്തുമ്പോ നമ്മുടെ ഇസ്രായേൽ മലക്കുൽ മൗത്ത് നമ്മുടെ മുമ്പിലെത്തും, പോയേ മതിയാവുകയുള്ളൂ. അതിന് പ്രായമില്ല, സമയമില്ല, സ്ഥലമില്ല, സന്ദർഭങ്ങളൊന്നുമില്ല. പടച്ചവൻ വിധിച്ച സമയമെത്തുമ്പോൾ അയാൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകും. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നവൻ കുഴഞ്ഞു വീണ് മരിക്കുന്നു. പന്ത് കളിച്ചുകൊണ്ട് നിൽക്കുന്നവൻ തളർന്നു വീഴുന്നു. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ പെട്ടെന്ന് വാഹനം നിയന്ത്രിക്കാനാവാതെ സൈഡിലേക്ക് ഇടിച്ചു നിർത്തി മരിക്കുന്നു. ഇങ്ങനെ ഓരോ
സന്ദർഭത്തിലും ആളുകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അവരുടെ അടുക്കലേക്ക് മരണം കടന്നു വരികയാണ്. നമ്മളോട് ആരോടും അല്ലാഹു ചോദിച്ചിട്ടല്ല നമുക്ക് ഈ ജീവൻ നൽകിയത്, നമ്മെ ജനിപ്പിച്ചത് എന്നതുപോലെ നമ്മളോട് ആരോടും ചോദിക്കാതെ തന്നെ അല്ലാഹു നമ്മുടെ റൂഹിനെയും തിരിച്ചെടുക്കും. അതുകൊണ്ട് നമ്മൾ സുഖങ്ങൾ, സന്തോഷങ്ങൾ സ്വപ്നത്തിൽ കണ്ട്, മുന്നിൽ കണ്ട്, ആസൂത്രണം ചെയ്ത് വളരെ പ്രതീക്ഷയോടെ അടുത്തത് എന്ന നിലയിൽ സന്തോഷങ്ങളിൽ സ്വപ്നം കണ്ടങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സകല സുഖങ്ങളെയും സന്തോഷങ്ങളെയും തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി സ്മരിക്കണം, ഓർമ്മിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയും. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ജീവിതത്തിന് യാഥാർത്ഥ്യബോധം ഉണ്ടാവുകയുള്ളൂ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ നമ്മുടെ കർമ്മങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദിത്ത ബോധം ഉണ്ടാവുകയുള്ളൂ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഇതുവരെ ഞാൻ ചെയ്ത സംഗതികൾ എന്തായിരുന്നു എന്ന ഒരു ആത്മപരിശോധനയ്ക്ക് നമുക്ക് സാധിക്കുകയുള്ളൂ. സഹോദരന്മാരെ, ആ നിലയിൽ നമുക്ക് നമ്മുടെ മരണത്തെ പറ്റി ചിന്തിക്കാൻ സാധിക്കണം. ഒരാൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ, അന്ത്യനാൾ എന്നാണ്? നമ്മുടെ ആളുകളും ധാരാളമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം അന്ത്യനാളിനെ പറ്റിയാണ്. നമ്മുടെ വാദന്മാരും പ്രഭാഷകന്മാരും ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ചും മരണത്തെ പറ്റിയുമാണ് ധാരാളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളും ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പറയാറുണ്ട്, ചോദിക്കാറുണ്ട്, ഖിയാമത്ത് നാളിന്റെ അടയാളമല്ലേ ഇത്? ഈ സഹാബിയും ആശങ്കയാണ്, നബിയോട് ചോദിച്ചു, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അഅദത്ത ലഹാ. സഹോദര, ഖിയാമത്ത് നാൾ എപ്പോഴോ ആയിക്കോട്ടെ, പക്ഷേ നീ അതിനു വേണ്ടി എന്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ചോദിച്ചത്. അതിന്റെ അർത്ഥം ലോകം മുഴുവനും അവസാനിച്ചിട്ടേ ഞാൻ പോകൂ എന്നില്ല, മറിച്ച് എനിക്കൊരു ഖിയാമത്തുണ്ട്, എന്റെ ഒരു അവസാനമുണ്ട്. ഞാൻ ഇവിടെ വന്നതുപോലെ എനിക്കും ചില അടയാളങ്ങളുണ്ട്. ഞാൻ എന്താണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്? എന്റെ സമയം അവസാനിക്കാറായോ? ലോകത്തിന് എത്ര ആയുസ്സുണ്ട് എന്നല്ല, എനിക്ക് എത്ര ആയുസ്സുണ്ട്, ഞാൻ അതിനു വേണ്ടി എന്ത് ഒരുക്കിയിട്ടുണ്ട് എന്ന ഒരു തിരിഞ്ഞു നോട്ടമാണ് നമുക്കുണ്ടാവേണ്ടത്. സഹോദരന്മാരെ, ലോകത്തിന് പ്രായമാകുന്നത് പോലെ നമുക്കും പ്രായമായതിന്റെ പല ലക്ഷണങ്ങളും വന്നാലും നമുക്കതങ്ങ് മനസ്സാ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാറില്ല. രോഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ഖിയാമത്തിനെ പറ്റി അല്ലാഹ് നമുക്ക് സൂചനകൾ നൽകുകയാണ്. നമ്മുടെ തലയ്ക്കും താടിക്കുമൊക്കെ നല്ല വെളുപ്പ് നരബാധിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുട്ടുവേദനയും കാൽവേദനയും ശരീരത്തിന്റെ പഴയതുപോലുള്ള ആരോഗ്യനിലയിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ വരുത്തിക്കൊണ്ട് അല്ലാഹു നമുക്ക് നമ്മുടേതായ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുമ്പോഴും പുതിയ പുതിയ ഖിയാമത്തിന്റെ അടയാളങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാനൊരു ചെറുപ്പക്കാരനാണ്, ഇനിയും ഒരുപാട് കാലം ഇവിടെ ഉണ്ടാകും എന്ന അർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചു മുമ്പോട്ട് പോകുന്നു. ദുനിയാവിൽ ജീവിക്കാനും അധ്വാനിക്കാനും അതേപോലെ ദുനിയാവിലെ ഭാവി ജീവിതം കരുപിടിപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമത്തിൽ ഞാൻ ഇനിയും ഇവിടെ ജീവിക്കുമെന്ന അർത്ഥത്തിൽ തന്നെയാണ് അധ്വാനിക്കേണ്ടത്. എന്നാൽ ഞാൻ പരലോകത്തേക്ക് കൂടിയുള്ള ഒരു ഉരുപ്പടിയാണ്, ഒരു മനുഷ്യനാണ് എന്ന അർത്ഥത്തിൽ ഞാൻ അടുത്ത നിമിഷം മരിക്കേണ്ടവനാണ് എന്ന ചിന്തയിലുമാണ് അയാൾ ജീവിക്കേണ്ടത്.
സഹോദരന്മാരെ, ആ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഞാൻ എന്താണ് എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, പടച്ചവനെ ഭയഭക്തിയോടെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണേ. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, അടുത്ത ദിവസത്തേക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി, അടുത്ത സമയത്തേക്ക് വേണ്ടി നീ എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്നൊന്ന് പരിശോധിച്ചു നോക്കണേ. വൽ തൻദുർ, ഒന്ന് നോക്കണേ, ഒന്ന് പരിശോധിക്കണേ. എന്താണ് നാളേക്ക് വേണ്ടി? ഇന്ന് മനുഷ്യ ജീവിതം 2 ദിവസമാണ്. ഒന്ന് ഈ ലോകത്തെ ജീവിതം, 2 പരലോക ജീവിതം. ഒന്ന് മരണത്തിന് മുമ്പ്, 2 മരണത്തിന് ശേഷം. 2 ദിവസമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ആഖിറത്ത് എന്ന് പറയുന്നത്. ഇതിനെ ഊല, 1-ാം ദിവസം, മറ്റേത് 2-ാം ദിവസം, അടുത്ത ദിവസം. അടുത്ത ദിവസം എന്ന അർത്ഥത്തിലാണ് ആഖിറത്ത് എന്ന് പറയുന്നത്, മറ്റേ ദിവസം. അപ്പൊ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിട്ടുള്ളത്? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അല്ലാഹുവിന് നല്ല പോലെ അറിയാം. സഹോദരന്മാരെ, നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നമ്മുടെ ഈമാനിന്റെ കാര്യം എത്രത്തോളം സുരക്ഷിതമാണ്? അല്ലാഹുവിനെ പറ്റിയുള്ള നമ്മുടെ വിചാരം എന്താണ്? പടച്ചവൻ കേവലമായ ഒരു വിശ്വാസം, ഒരു ഊഹം, ഭാവന എന്നൊക്കെയുള്ളതിനപ്പുറം ഒരു യഖീൻ, ഒരു ദൃഢബോധ്യം. എന്റെ ഉമ്മയെയും ഉപ്പയെയും ഞാൻ കാണുന്നത് പോലെ എന്റെ റബ്ബിനെ മനസ്സുകൊണ്ട് എനിക്ക് കാണാനും ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും ആ വിശ്വാസത്തെ ദൃഢപ്പെടുത്താനും അവനുമായി സംവദിക്കാനും സംഭാഷണം നടത്താനും പ്രാർത്ഥിക്കാനും അവനോട് സ്വകാര്യങ്ങൾ പറയാനും അവനെ സ്നേഹിക്കാനും എല്ലാ സമയത്തും എല്ലായ്പ്പോഴും അവനെ കൂടെ കൂട്ടാനും നമുക്ക് കഴിയുന്നുണ്ടോ? പടച്ച റബ്ബല്ലേ നമ്മളോട് എപ്പോഴും ഉള്ളത്. ഉമ്മയും ബാപ്പയും കൂട്ടുകാരും എപ്പോഴും കൂടെ നിൽക്കാൻ കഴിയൂല. അല്ലാഹുവിന് മാത്രമേ നമ്മളോട് എപ്പോഴും കൂടെ നിൽക്കാൻ കഴിയൂ. വളരെ സ്നേഹസമ്പന്നനാണ് അവൻ. വളരെ സ്നേഹത്തോടെ, വളരെ കൃപയോടെ, ദയയോടെ, കാരുണ്യത്തോടെ, അങ്ങേയറ്റം ദയാലുവായാണ് അല്ലാഹു നമ്മളോട് പെരുമാറുന്നത്. ഒരു ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അതുപോലെ സ്നേഹം തരാൻ കഴിയില്ല. അതുപോലെയാണ് അല്ലാഹു നമ്മളെ പരിപാലിക്കുന്നത്. റബ്ബത്തു തിഫിൽ എന്ന് പറഞ്ഞാൽ കുട്ടിയെ പരിപാലിക്കുന്നതിനാണ് റബ്ബത്തു തിഫിൽ എന്ന് പറയുന്നത്. കുട്ടിയെ ഉമ്മ മാറോട് ചേർത്തണച്ച് മുലപ്പാല് നുകർന്നു കൊടുക്കുന്നു. സ്നേഹം കൂടുമ്പോൾ നെഞ്ചിലേക്ക്, നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ച് ചുംബനം കൊടുക്കുന്നു. ആ കുഞ്ഞിനെ തറയിൽ വെക്കാതെ എപ്പോഴും ഇങ്ങനെ തോളത്തേറ്റി നടക്കുന്നു, കളിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു. ആരോ പറഞ്ഞതുപോലെ തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞതുപോലെ ആ കുട്ടിയോട് അങ്ങേയറ്റം സ്നേഹമസൃണമായി പരിപാലിക്കുന്ന ആ ലാളിത്യത്തിന്റെ സ്വഭാവത്തോടു കൂടിയുള്ള പരിചരണത്തിനാണ് റബ്ബത്തു തിഫിൽ എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള ഒരു പ്രയോഗമാണ് റബ്ബ് എന്ന് പറയുന്നത്. റബ്ബ് നമ്മളെ അങ്ങനെയാണ് നോക്കുന്നത്. അത്രത്തോളം സ്നേഹവാത്സല്യത്തോടെയാണ് റബ്ബ് നമ്മളോട് പെരുമാറുന്നത്. അവനിൽ എത്ര വിശ്വാസമുണ്ട്, അവനോട് എത്ര സ്നേഹമുണ്ട്, അടുപ്പമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നമുക്കെന്ത് ബന്ധമുണ്ട്? അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഈമാനികമായ അഭിനിവേശം,
ആ നബിയെ സ്മരിക്കുന്നതിലൂടെ, ആ നബിയെ ജീവിതം അയവിറക്കുന്നതിലൂടെ, ആ നബിയെ വിശ്വസിക്കുകയും പിൻപറ്റുകയും ജീവിത മാതൃകകൾ എന്റേതാക്കി മാറ്റുന്നതിൽ എത്രത്തോളം താല്പര്യമുണ്ട്. ഇപ്പോ ട്രെയിനിലൊക്കെ ഇങ്ങനെ വരുമ്പോ മിക്കവാറും ആൺകുട്ടികളൊക്കെ ഇപ്പോ ഒരു ട്രെൻഡായി അവരുടെ വേഷം മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ റാപ്പർ വേടനെ പോലെ വേടൻ ഒരു തരംഗമായി മാറുകയാണ്. ജാതി മേധാവിത്വത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു വലിയ വ്യക്തിയായി മാറുകയാണ്. അയാളെ സ്നേഹിച്ചിട്ട് കുട്ടികൾ കറുത്ത ഡ്രസ്സ് അതേപോലത്തെ വേഷമൊക്കെ ധരിച്ച് ധാരാളം ആളുകളാണ് നടക്കുന്നത് കാണും. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിനെ എല്ലാ അർത്ഥത്തിലുമുള്ള വിമോചകനായി, മാർഗദർശിയായി, വഴികാട്ടിയായി, നേതാവായി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ജീവിത മാസകലം, നമ്മുടെ പ്രവർത്തനങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു നബി, ഒരു നേതാവ്, ഒരു നായകൻ, ഒരു മാർഗദർശി എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ടോ? എന്റെ മുമ്പിലുണ്ടോ ആ നബി? ആഖിറത്തെ കുറിച്ചുള്ള ചിന്തകൾ എന്താണ് നമ്മുടെ അവസ്ഥ? അതൊരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ലൈവായി അനുഭവപ്പെടുന്നുണ്ടോ? സഹാബാക്കൾ ചോദിച്ചല്ലോ, നബിയെ, യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോ ഞാൻ ഇപ്പോ കൊല്ലപ്പെട്ടാൽ എവിടെയായിരിക്കും? അന്ത ഫിൽ ജന്ന, നീ സ്വർഗത്തിലായിരിക്കും. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴം, കാരയ്ക്ക ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് പാഞ്ഞു ചെന്ന് ആ പോരാട്ടത്തിന്റെ മുൻനിരയിലേക്ക് നുഴഞ്ഞു കയറി പോരാടി രക്തസാക്ഷിയായി വീണു. യുദ്ധത്തിനിടയിൽ അല്പം വിശ്രമിക്കാനിരിക്കുകയാണ്. ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു, നബിയെ, ഇപ്പൊ ഞാൻ മരിച്ചാൽ, കൊല്ലപ്പെട്ടാൽ എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും. അപ്പൊ ആ കാരയ്ക്ക തിന്നു തീർക്കാനുള്ള ഒരു ക്ഷമ പോലും ഉണ്ടായില്ല. ഉഹദിന്റെ രണാങ്കണത്തിൽ മുമ്പോട്ട് പോയ സഹാബികൾ പറഞ്ഞതെന്താ? കളവ് പറയാത്ത സഹാബികൾ, വല്ലാഹി ല അജിദു റീഹൽ ജന്നതി മിൻ ദൂനി ഉഹദ്, അല്ലാഹുവാണ് സത്യം, ഈ ഉഹദിന്റെ താഴ്വാരത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം എന്റെ ഈ മൂക്കുകളിലേക്ക് അടിച്ചു കയറുന്നു എന്നാണ്. സഹോദരന്മാരെ, പരലോകം ഒരു യാഥാർത്ഥ്യം, പച്ചപരമാർത്ഥമാണ്. ആ ഈമാനിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തണം. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ മനസ്സിനെ കൂട്ടിക്കെട്ടി നമ്മുടെ സർവാവലംബിയായി, അത്താണിയായി അള്ളാഹുവിനെ കണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ റോൾ മോഡലായി, നായകനായി, നേതാവായി റസൂലിനെ കണ്ട്, സകലമാന ജീവിതത്തിന്റെ കണക്കെടുപ്പും പരലോകത്തേക്ക് സ്വപ്നം കണ്ട് അവിടെ വലിയ പ്രതീക്ഷയർപ്പിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു മുഅ്മിൻ. ആ മുഅ്മിനിന്റെ പ്രവർത്തനങ്ങൾ എന്ത് കരുതിയിട്ടുണ്ട് നിങ്ങൾ നാളേക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് കരുതിയിട്ടുണ്ട്? ഈമാനാണ് ഭാരം തൂങ്ങുന്ന ഏറ്റവും വലിയ സംഗതി. ആ ഈമാൻ എത്രത്തോളം തൂങ്ങും? ഹൃദയത്തിലെ ഈമാൻ തൂക്കുന്ന ത്രാസ് അല്ലാഹുവിന്റെ അടുക്കലുണ്ട്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നേ ദിവസം തൂക്കം എന്നത്, അളന്നും തൂക്കിയും നോക്കുക എന്നത് ഒരു സത്യമാണ്. എത്ര തൂങ്ങും നമ്മുടെ ഈമാൻ? നമ്മുടെ അമലുകൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, നമ്മുടെ മറ്റുള്ള പെരുമാറ്റങ്ങൾ, ഇടപാടുകൾ, ഇടപെടലുകൾ, ബന്ധങ്ങൾ, കരാറുകൾ, വാഗ്ദാനങ്ങൾ, കടമകൾ, ബാധ്യതകൾ, ഇങ്ങനെ ജീവിതത്തെ ആസകലം ചൂഴ്ന്നു നിൽക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം കൂടി എടുത്തു വെക്കുമ്പോൾ എത്ര തൂങ്ങും? എത്രയുണ്ടാവും? നമുക്കറിയാമല്ലോ, പഴയ സ്വർണം തൂക്കാൻ, വിൽക്കാൻ കടയിൽ കൊണ്ട് ചെന്നാൽ അയാൾ അതിനെ എടുത്തിട്ട് തീ കൊടുത്ത് കത്തിച്ച് അതിന്റെ അഴുക്കുകൾ പുറത്ത് കളയുമ്പോ ചിലപ്പോ അല്പമേ തൂങ്ങാനുണ്ടാവൂ.
നമ്മുടെ ഈമാന്റെ അഴുക്ക് കളഞ്ഞണം. ഈമാന്റെയും അമൽ സ്വാലിഹാത്തിന്റെയും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതും മറ്റുള്ളവരോടുള്ള ബാധ്യതകളും ചെയ്തതിന്റെ കുറവുകളും അശ്രദ്ധകളും വീഴ്ചകളും എല്ലാം പരിഹരിച്ചെടുക്കുമ്പോ എത്ര ഗ്രാം തൂങ്ങും നോക്കേണ്ടതാണ്. സഹോദരന്മാരെ, ഇതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യം. അതുകൊണ്ട് നാളേക്ക് വേണ്ടി എന്ത് കരുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കുക. മറ്റാരിലേക്ക് നോക്കണ്ട, നമ്മൾ നമ്മളിലേക്ക് നോക്കുക. നഫ്സി 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 നഫ്സിയ. പരലോകത്ത് ഉയർന്നു പൊങ്ങുന്ന ഒരു ശബ്ദം അതാണ്, ഞാനേ ഞാനേ എന്റെ കാര്യമേ എന്നാണ്. ഇപ്പൊ നമ്മളിവിടെ മറ്റവൻ, അവൻ, ഇവൻ, അവൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭാഷണമാണ്. മറ്റുള്ളവരെ വിചാരണ ചെയ്യുക, തൂക്കി നോക്കുക. എല്ലാവരും ത്രാസം പടിയായിട്ട് കിടക്കുകയാണ്. മറ്റുള്ളവരെ തൂക്കി നോക്കാൻ, മറ്റേ സംഘടനക്കാരെ തൂക്കാൻ, മറ്റുള്ള വ്യക്തിയെ തൂക്കാൻ, കൂട്ടുകാരനെ തൂക്കാൻ. അവൻ ശരിയല്ല, അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, മറ്റൊരു ശരിയല്ല. സഹോദര, നമുക്ക് നമ്മളെ തൂക്കാൻ കഴിയണം. മറ്റുള്ളവരെ തൂക്കാനുള്ള ഒരു ത്രാസം നമ്മളെ അല്ലാഹ് ഏൽപ്പിച്ചിട്ടില്ല. ആ ഉത്തരവാദിത്തം നമുക്കില്ല. അത് അല്ലാഹ് നോക്കിക്കോട്ടെ. എല്ലാവരുമായി നല്ല നിലയിൽ പെരുമാറുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ ആ അർത്ഥത്തിൽ അവന്റെ ഈമാൻ ശരിയല്ല, ഇവന്റെ അമൽ ശരിയല്ല, ആ പണ്ഡിതൻ ശരിയല്ല, ഈ പണ്ഡിതൻ ശരിയല്ല, അവൻ നരകത്തിലാണ്, ഇവൻ മുബത്തദിയാണ്, അവൻ മുശ്രിക്കാണ്, ഞാനും എന്റെ നേതാവും മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ എന്ന അർത്ഥത്തിൽ സഹോദര നമ്മുടെ അവസ്ഥ എന്താകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഞാൻ പോലും അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെട്ടു കൊള്ളണമെന്നില്ല. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻ. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ രക്ഷപ്പെടൂല. സഹോദരന്മാരെ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെയാണ് തൂക്കുന്നതും അളക്കുന്നതും വിചാരണ ചെയ്യുന്നതും. നമ്മുടെ വിചാരണയുടെ ആ തീവ്രതയുണ്ടല്ലോ, എത്ര ഭയങ്കരമാണ്. പലപ്പോഴും നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കേട്ടാൽ നമ്മളെ പടച്ചോൻ പരലോകത്തെ ത്രാസ് ഇപ്പോ തന്നെ ഏൽപ്പിച്ച് ഇവിടെ വിട്ടേക്കുന്ന ആളാണെന്ന് തോന്നിപ്പോകും. നഊദുബില്ല, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വിനയം വേണം. നമ്മൾ നമ്മളെയാണ് പരിശോധിക്കേണ്ടത്, മറ്റുള്ളവരെയല്ല. അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ അതിന്റെ അപ്പുറം ഒന്നും പറ്റൂല സഹോദര. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പരലോകത്തേക്ക് വേണ്ടി എന്ത് കരുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. എപ്പോ മരിച്ചാലും അതൊന്നും മോമിനൊരു പ്രശ്നമല്ല എന്ന അവസ്ഥയുണ്ടാവണം. വന്നോട്ടെ, മരണം വന്നോട്ടെ എന്ന അവസ്ഥയാവണം നമുക്കുണ്ടാവുക. ഇൻഷാ അല്ലാഹ് ഞാൻ രക്ഷപ്പെട്ടേക്കാം. ഒരു മുഅ്മിനിന്റെ ഈമാനിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് എന്താ? ഹദീസുകൾ മുഴുവൻ പരിശോധിച്ച് നോക്കുമ്പോ, ഖുർആൻ പരിശോധിച്ച് നോക്കുമ്പോ, ബൈനൽ ഖൗഫി വറജാ, നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനോനിലവാരം എന്താണ്? മനോനില എന്താണ്? ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ്. പടച്ചോനെ ഞാൻ രക്ഷപ്പെടൂല എന്ന വെപ്രാളം, മറുഭാഗത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ രക്ഷപ്പെടും. ഒന്ന് നമ്മളിലേക്ക് ഒതുങ്ങാനും നമ്മുടെ ആത്മവിചാരണയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും, മറ്റൊന്ന് ആത്മവീര്യം വളർത്താനും ഉള്ളതാണ്. ഒന്ന് ഭയം, പടച്ചോനെ എന്തായിരിക്കും എന്റെ അവസ്ഥ? ഞാൻ ഇപ്പൊ ഇതെല്ലാം കൂടി നോക്കുമ്പോ ആകെ പ്രശ്നത്തിലാണ്. നിന്റെ അടുക്ക രക്ഷപ്പെടുമോ? ഖബറിലെ മഹ്ശറിലെ എന്റെ അവസ്ഥ എന്താകും എന്ന വെപ്രാളം. തകർന്നു പോണ്ട. പ്രതീക്ഷയുണ്ട്, പ്രതീക്ഷ. അതിൻ്റെതായ ഹദീസുകളും ആയത്തുകളും ധാരാളം. അതുകൊണ്ട് രണ്ടിനും മധ്യേയാണ്. അതുകൊണ്ടൊരു പക്വതയും മിതത്വവും എപ്പോഴും ഉണ്ടാവണം. സഹോദരന്മാരെ, മരണം എത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കൊതിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. അഹബ്ബല്ലാഹു ലിഖാഅഹു, പടച്ചോനും അവനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ദാസ എവിടെ? അപ്പൊ ആ നിലയിൽ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടണം, സ്നേഹിക്കാനുള്ള വഴികൾ നോക്കണം. മരണം എപ്പോഴും അവനിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. മരണം എപ്പോഴും വന്നു കഴിഞ്ഞാൽ
അതൊരു ഭീതിജനകമായ ഒരു അവസ്ഥയായി കാണുന്ന ഒരു കുറ്റവാളിക്കാണ് മരണത്തെ പേടി. അതേസമയം കുറ്റം ചെയ്യാത്തവന് ഏത് പോലീസും വന്നോട്ടെ പ്രശ്നമില്ല, ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞാൻ തയ്യാറാണെന്ന് പ്രസ്താവന ഇറക്കുന്നയാള് അത് രാഷ്ട്രീയ അടവ് നയമല്ലെങ്കിൽ അത് അയാളുടെ ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ഏത് അന്വേഷണ ഏജൻസികളെയും ഏത് അന്വേഷണത്തെയും എനിക്ക് ഭയമില്ല, എന്റെ ഭാഗം ക്ലിയർ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാലും പരലോകത്തെ കാര്യമല്ലേ നമ്മൾ കണ്ടുവച്ചേക്കണതിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും എന്നുള്ള ആശങ്കകൾ ഉണ്ടാവും ഇടയ്ക്ക്. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ നമ്മള് മരണത്തെ പ്രതീക്ഷിച്ചും മരണത്തെ ഭയപ്പെടാതെയും കഴിയുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയും. എല്ലാ കണക്കുകളും ബാധ്യതകളും എല്ലാം പൂർത്തിയാക്കി മുമ്പോട്ട് പോകണം. ആരുമായിട്ടും ഒരു ഹക്കടപാടുണ്ടാവരുത്, ആരെയും ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കരുത്. എല്ലാവരോടും സലാം പറയുകയും കൈ കൊടുക്കുകയും അവരോട് വിശേഷം തിരക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം. ചിലരൊക്കെ പ്രകൃതിപരമായി തന്നെ അന്തർമുഖന്മാരായിരിക്കും, പുറമേ ഒന്നും പ്രകടിപ്പിക്കൂല. അവര് എല്ലാവരോടും സ്നേഹമൊക്കെ ഉണ്ടാകും, പക്ഷേ പുഞ്ചിരിക്കൽ അവരുടെ സ്വഭാവമല്ല. അവരൊക്കെ വീട്ടിൽ പോയി കാണും, നിലക്കണ്ണാടിയുടെ മുമ്പ് ഒന്ന് ചിരിച്ചു പഠിക്കണം, ഒന്ന് പുഞ്ചിരിച്ചൊക്കെ പഠിക്കണം. ഇത് മനുഷ്യന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നിങ്ങളുടെ സമ്പത്തിന്റെ സക്കാത്തിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ ഈ ചിരിയുടെ സക്കാത്ത് എന്ന് പറയുന്നത്. ഇത് നിർബന്ധം ആളുകൾക്ക് കൊടുക്കണം. അത് ചിരിക്കേണ്ടവനോട് ചിരിക്കണം, ഒന്ന് പുഞ്ചിരിക്കണം. മസിൽ പിടിച്ചടക്കാൻ ഒരുപാട് മസിലുകൾ പ്രവർത്തിക്കണം, എന്നാല് അയാൾക്ക് ചിരിക്കാൻ വളരെ ഈസിയാണ്, ആരോഗ്യത്തിന് നല്ലതാ. ചിരി മരുന്നൊക്കെ ഇപ്പൊ പലയിടത്തും ഉണ്ട്. അപ്പോ മനസ്സിൽ നിന്നുള്ള അഴുക്കുകളൊക്കെ അങ്ങ് പോകും, മറ്റുള്ളവരുമായി ഊഷ്മളമായി ബന്ധം ഉണ്ടാകും. അത് പരസ്പരം തേച്ചൊട്ടിക്കാൻ, പരസ്പരം വിളക്കി ചേർക്കാൻ നല്ലൊരു വഴി അല്ല തന്ന ഒരു. മൃഗങ്ങൾക്ക് ചിരിക്കാറിഞ്ഞൂടാ, മൃഗങ്ങൾക്ക് ചിരിക്കാറിഞ്ഞൂടല്ലോ, മനുഷ്യനെ അറിയുള്ളൂ. അത് ഉള്ളത് കൊടുക്കാതെ പിടിച്ചു വെക്കരുത്. പുഞ്ചിരിക്കുക, കൈ കൊടുക്കുക, സലാം പറയുക, വിശേഷം തിരക്കുക, എത്ര നല്ല കാര്യമാണ്. അപ്പൊ ഈ നിലയിൽ മനുഷ്യരുമായിട്ടുള്ള ഹക്കടപാടുകൾ, പടച്ചോറുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തീർത്ത് മരണത്തെ നേടാൻ പറ്റും. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയാലോ, ഇത് വേറൊരു ലോകമാണ്. ഇവിടെ നിന്ന് നമ്മൾ വിദേശത്തേക്ക് പോകുന്നത് പോലെയേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൽ കാണണ്ട. ഇതിനേക്കാൾ സൗകര്യപ്രദമായ ജീവിത സൗകര്യങ്ങളുള്ള മറ്റൊരിടത്തേക്ക് നമ്മൾ കൂടുമാറുന്നു, താമസം മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ ഒരു ഹദീസിലൂടെ കടന്നു പോകുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഇഹ്തദറൽ മുഅ്മിൻ അതതുഹു മലായികത്തുർ റഹ്മ. ഒരാൾക്ക് മരണമാസന്നമായാൽ റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ മലക്കുകൾ വരും, നല്ല പട്ട് വസ്ത്രവുമായിട്ട്. ഇയാളെ ധരിപ്പിക്കാനല്ല, ഇയാളുടെ റൂഹിനെ ധരിപ്പിക്കാൻ. നമ്മൾ നല്ല പെരുന്നാളൊക്കെ ആയപ്പോ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് അത്രയൊക്കെ പൂശിയല്ലേ വന്നത്. ഇത് ഇവിടെ വേറെ ഒന്നുണ്ട്. നമ്മളല്ല, നമ്മുടെ റൂഹാണ് നമ്മൾ. അപ്പൊ നമ്മുടെ റൂഹിനെ ഇങ്ങ് പുറത്തെടുക്കുമ്പോ അതിനൊരു വസ്ത്രം ധരിപ്പിക്കുകയാണ്, അതിനോ വളരെയധികം സുഗന്ധം പൂശുകയാണ്. ഭയങ്കര ഒരു സംഭവം. നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളല്ല. നമ്മുടെ ഉള്ളിലൊരു റൂഹുണ്ട്, അങ്ങ് ആകാശത്തോളം പറന്നു പോകാൻ, ഇല്ലീനിലേക്ക് എത്താനുള്ളൊരു റൂഹുണ്ട്. ഈ ശരീരമെന്ന മൺകൂടങ്ങ് തകർന്നാൽ ഈ അതിരുകൾ ഭേദിച്ചത് പോകും, അത് റഹ്മത്തിന്റെ മലക്കുകൾ ഏറ്റുവാങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് ഇങ്ങ് പുറത്ത് പോരെ എന്ന് പറയുമ്പോ ആ റൂഹ് ഇങ്ങ് പുറത്തേക്ക് വരികയാണ്. മലക്കുകൾ സന്തോഷത്തോടെ ആവേശത്തോടെ ചുറ്റും കൂടി നിന്ന് ആ റൂഹിനെ ഏറ്റുവാങ്ങി പട്ടു വസ്ത്രത്തിൽ പൊതിഞ്ഞ് സുഗന്ധം, അവിടെ നിന്നും സുഗന്ധത്തോടു കൂടിയാണ് പുറത്തു വരുന്നത്. നല്ല റൂഹ്, ആത്മാവ്, മുഅ്മിൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലക്കുകൾ കൈമാറുകയാണ്. നമ്മൾ മയ്യത്ത് ഇങ്ങനെ കൈമാറി പോകുന്നത് പോലെ ഈ മനുഷ്യനെ, ഈ റൂഹിനെ മലക്കുകൾ കൈമാറുകയാണ്. കൈമാറി ആകാശ ലോകത്തേക്ക് എത്തുകയാണ്. ഹത്താ ഇന്നഹു ലയുനാബിലുഹു ബഅദുഹും ബഅദ ഹത്താ യഅതൂന ബിഹി ബാബസ് സമാ ഫയഖൂലൂന മാ അത്യബ ഹാദിഹി റീഹ്. അപ്പോൾ ഒന്നാം ആകാശത്തേക്ക് എത്തുമ്പോ അവിടെ ഉള്ളവർ മലക്കുകളും മറ്റുമൊക്കെ ചോദിക്കും, ഇത് ആരാ? ഭയങ്കര സുഗന്ധവും പരത്തിയിട്ട് വരുന്ന വരവ്. അപ്പൊ ആളിനെ പറഞ്ഞു കൊടുക്കും, ജാഅതുക്കും മിനല്ലാഹ്, അത് ഭൂമിയിൽ നിന്നുള്ള ഒരാളുടെ വരവാണ്. ഫയതൂന ബിഹി അർവാഹുൽ മുഅ്മിനീൻ. അപ്പോഴുണ്ട് നേരത്തെ പോയ ആളുകൾ അവിടെ ഉണ്ട്. ആര്?
നമുക്ക് മുമ്പേ മരിച്ചുപോയ അർവാഹുകൾ അവിടെയുണ്ട്. മുഅ്മിനീങ്ങളുടെ റൂഹുകൾ അവരെല്ലാം ഇയാളെ കാണാൻ വേണ്ടി വരും. ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർളിയ. മലക്കുകൾ പറയും, പരിശുദ്ധാത്മാവേ പോരെ, പടച്ചവനിലേക്ക് തൃപ്തിപ്പെട്ട നിലയിൽ വന്നോ. എന്നിട്ട് പറയും ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ ദാസന്മാരോടൊപ്പം നീ പ്രവേശിച്ചോളൂ എന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേപോലെ ഇവിടെ ഈ മലക്കുകൾ കൈമാറി അങ്ങോട്ട് ഏൽപ്പിക്കുമ്പോ അവിടെ ഇല്ലീനിലായിരിക്കും. പരലോകത്തിന്റെ കാര്യമല്ലേ അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ കൂടുതൽ. ഹദീസിന്റെയും ആയത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് സൂചനയല്ലേ കിട്ടുള്ളൂ. അപ്പോ ഈ അർവാഹുകളൊക്കെ, മുഅ്മിനീങ്ങളുടെ അർവാഹുകളൊക്കെ വന്നിട്ട് ചുറ്റും കൂടും. എന്നിട്ട് ഫലഹും അശദ്ദു ഫറഹൻ ബിഹിം മിൻ അഹദികും ബിഗായിബിഹി യുഖദ്ദിമു അലൈഹി. അദ്ദേഹം ഇവരെല്ലാം കൂടി വന്നിട്ട് ഇങ്ങനെ ചോദിക്കും. അവരുടെ ഏറ്റവും വലിയ ആത്മസുഹൃത്ത് ഒരുപാട് കാലമായി അവർ കണ്ടിട്ടെന്ന പോലെ, അങ്ങനെ കാത്തിരുന്നപ്പോ കണ്ടുകിട്ടിയ കൂട്ടുകാരനെ പോലെ ചുറ്റും കൂടിയിട്ട് വലിയ വിശേഷങ്ങളും ചോദിച്ചിട്ട് ഓടി വരും അത്രേ. അപ്പൊ ഓരോരുത്തരും വന്നിട്ട് ചോദിക്കും, നമ്മളെ ദുനിയാവിൽ ഇന്ന ആളിന് സുഖം തന്നെ, അവനെന്താ അവസ്ഥ, ഇവനെന്താ അവസ്ഥ എന്നൊക്കെ. നമ്മൾ ഗൾഫിലേക്ക് പോയ ആളിനോട് നാട്ടിലെ വിശേഷം തിരക്കുന്നത് പോലെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ റൂഹുകൾ വന്നിട്ട് ചോദിക്കുകയാണ്. ഓരോ മുഅ്മിനീങ്ങൾ വന്നിട്ട് ചോദിക്കുകയാണ്. അപ്പോ അവരിത് പറയും. വേറെ ചിലര് പറയും, അവനെ ഇവിടെ, അവൻ ദുനിയാവിന്റെ ഗമ്മിലായി വലിയ ദുരിതത്തിലും പ്രയാസത്തിലും ഒക്കെ ആയിട്ട് വന്നതാ. ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടാവും. അയാള് ഭയങ്കരമായ ഗമ്മിലായി വന്നയാളാണ്, അയാളെ വിട്ടേക്ക്, എല്ലാരും കൂടെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയും. ഇതാ കാല അമ ആത്താക്കും. അപ്പൊ ഇദ്ദേഹം ചോദിക്കുകയാണ്, മറ്റേ ആളുകൾ ഉണ്ടോ? അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന നേരത്തെ വന്ന എന്റെ കൂട്ടുകാരൻ, എന്റെ ബന്ധു, എന്റെ ഉപ്പ, എന്റെ ഉമ്മ, അല്ലെങ്കിൽ മറ്റേ ആൾ, മൂപ്പരിവിടെ ഉണ്ടോ? അപ്പൊ ആളിനെ നോക്കിയിട്ട് കാണാതാവുമ്പോ ചോദിക്കും അത്രേ, അപ്പൊ പറയും, ഏതോ ചില ആളിനെ പറ്റിയാണ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അയാൾ നരകത്തിലേക്ക് പോയി കഴിഞ്ഞു എന്ന് പറയും. അള്ളാഹു കാത്തുരക്ഷിക്കും. റവാഹു നസായി, സഹീഹായ ഒരു ഹദീസാണ്. അപ്പൊ സഹോദരന്മാരെ, ഇതേപോലെ നിങ്ങൾ ഖുർആൻ പരിശോധിച്ചു നോക്കൂ. എത്ര സരസമാണ്, മനോഹരമാണ് പരലോകത്തെ രംഗങ്ങൾ. ഇവിടെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് യുക്തിവാദികൾ, നിരീശ്വരവാദം ഒക്കെ അഭിനയിച്ചിട്ട് ഇസ്ലാമിനെ ആക്രമിച്ച് നടക്കുന്ന കുറെ മുസ്ലിങ്ങളുണ്ടല്ലോ. ഇവന്മാരുടെ കാര്യത്തിൽ എന്താ? നിങ്ങൾ ഖുർആൻ നോക്കൂ. മനോഹരമായി കാണാം. നമ്മളെയൊക്കെ കളിയാക്കി, മോശമാക്കി, ട്രോളി നടന്നിരുന്ന മറ്റവനവിടെ കിടക്കുന്നു എന്ന് ചോദിക്കും. അപ്പൊ പറയും, പരസ്പരം ഇങ്ങനെ കൂടിക്കാഴ്ചയും സംഭാഷണമൊക്കെ നടത്തും. എനിക്കൊരു ഭയങ്കര ആത്മസുഹൃത്തുണ്ടായിരുന്നു, പക്ഷെ ആളും വിശ്വാസിയൊന്നും ആയിരുന്നില്ല, ഭയങ്കര പ്രശ്നക്കാരനാ. അവൻ എന്നോട് ചോദിച്ചു, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടുകാരനാ. അപ്പൊ അവൻ ചോദിച്ചു, നീ ഇപ്പൊ ഭയങ്കര വിശ്വാസിയാണോ? നീ ഇന്നക മിനൽ മുസദ്ദിഖീൻ, നീ ഇത് പറയണ മതം, ഈ അല്ലാഹുവും റസൂലും ആഖിറത്തും ഇസ്ലാമും പ്രവാചകനും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നീ ഇതൊക്കെ ബുദ്ധിക്ക് ദഹിക്കുന്നുണ്ടോ? ഇതൊക്കെ നീ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണോ? നമ്മളൊക്കെ മരിച്ച് ദ്രവിച്ചൊക്കെ മണ്ണായി ഇനി തിരിച്ചിങ്ങോട്ട് വരികയെന്നോ? അങ്ങനെ ഒരാളെ, അങ്ങനെ ഇതൊക്കെ മനുഷ്യര് ദഹിക്കുന്ന കാര്യമാണ്ടടാ. അല്ലന്തും മുത്തലിഊൻ. അപ്പൊ അല്ലന്തും മുത്തലി. അപ്പൊ ചോദിക്കും, നിനക്ക് അവനെ കാണണോ? കൂട്ടുകാർ ഒരാള് കാണണോ എന്ന് ചോദിക്കേണ്ട താമസം നരകത്തിന്റെ ഒത്ത നടുവിൽ അതാ അവൻ കിടക്കുക. പടച്ചോനെ ഇതാ പ്രത്യക്ഷപ്പെട്ടു അവൻ. പടച്ചോനെ, അല്ലാഹ് കാത്തുവിടാ, നിന്റെ കൂടെ എങ്ങാനും ഞാൻ അന്ന് പെട്ടുപോയിരുന്നെങ്കിൽ അല്ലാഹുവിനാണ് എന്റെ കാര്യം പോക്കായിരുന്നു. ഞാൻ നിന്റെ കൂടെ ഈ നരകത്തിൽ കിടക്കേണ്ടി വരൂലായിരുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടുമാണ് ഞാൻ ഇവിടെ പെട്ടത്. ഇതുപോലെ ഒരുപാട് രംഗങ്ങൾ, സംഭാഷണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞതിന്റെ തുടക്കവും ഒടുക്കവും ഇതാണ്. മനുഷ്യ ജീവിതം താൽക്കാലികമാണ്, നശ്വരമാണ്, നൈമിഷികമാണ്, എപ്പോഴും തീർന്നു പോകാവുന്നതാണ്. അള്ളാഹുവിന് മാത്രമേ നമ്മുടെ സമയം എപ്പോൾ അവസാനിക്കും എന്ന് പറയാൻ കഴിയൂ. നമ്മുടെ കലണ്ടറിൽ നമുക്ക് നോക്കി കണ്ടെത്താൻ കഴിയൂല. അതുകൊണ്ട് എപ്പോഴും നാളെ അടുത്ത നിമിഷം മരിക്കാനുള്ളവരെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിറവേറ്റണം. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. മനുഷ്യരുമായിട്ടുള്ള കടമകൾ തീർക്കണം.
എപ്പോഴും ശരിയായ മുഅ്മിനായി ജീവിച്ച് അള്ളാഹുവിന്റെ സ്വർഗം കണ്ടെത്താൻ പാകമായ നിലയിൽ ജീവിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങൾ ബർസഖിയായ ജീവിതം സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാം അവന്റെ മാർഗത്തിലായി ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. ഹിദായത്തും ഇസ്തിഖാമത്തും നൽകുമാറാകട്ടെ. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെട്ട് അവന്റെ ഏറ്റവും വലിയ സ്നേഹം പിടിച്ചു പറ്റി അവന്റെ സ്വന്തം ഇഷ്ടഭാജനങ്ങളിൽ ഉൾപ്പെട്ട് ലോകത്തോട് വിട പറയാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണമേ. ഞങ്ങളുടെ തലമുറകളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ എല്ലാ കുറവുകളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. സഹോദര